60 നീണ്ട രാഷ്ട്രീയ ജീവിതമായിരുന്നു എസ്.എം. കൃഷ്ണയുടേത്. ബംഗളൂരു നഗരത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറ്റുന്നതിൽ എസ്.എം. കൃഷ്ണ വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണ്. 1962 സ്വതന്ത്രനായി മധൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാണ് എസ്.എം. കൃഷ്ണയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം. തുടർന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി. 1968 മാണ്ഡ്യയിൽ നിന്ന് കോൺഗ്രസ് എംപിയായി. 1989 ഡിസംബർ മുതൽ 1993 ജനുവരി വരെ കർണാടക വിധാൻസഭയുടെ സ്പീക്കറായും സേവനമനുഷ്ഠിച്ചു. 1999 മുതൽ 2004 വരെ കർണാടകയുടെ 10ാമത്തെ മുഖ്യമന്ത്രിയായും 2004 മുതൽ 2008 വരെ മഹാരാഷ്ട്രയുടെ 19ാമത് ഗവർണറായും എസ്.എം. കൃഷ്ണ പ്രവർത്തിച്ചിട്ടുണ്ട്. ബംഗളൂരുവിനെ രാജ്യത്തിന്റെ ഐ.ടി തലസ്ഥാനമാക്കി മാറ്റുന്നതിൽ എസ്.എം. കൃഷ്ണ വഹിച്ച പങ്ക് വലുതാണ്. ബംഗളൂരു നഗരത്തെ ഇന്ന് കാണുന്ന സിലിക്കൺ വാലിയും ടെക് നഗരവുമായി വളർത്തിയെടുത്ത മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ അംഗവുമായിരുന്നു. 2009 മുതൽ 2012 വരെ UPA സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായി. 2017 കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പാർട്ടി വിട്ട അദ്ദേഹം BJPയിൽ ചേർന്നു. 2023 എസ്.എം. കൃഷ്ണയെ പത്മവിഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. 2023 ജനുവരി 7-നാണ് എസ്.എം. കൃഷ്ണ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.